നമുക്ക് ചേനയും പയറും കൊണ്ട് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഞാൻ 1/4 കിലോ പയറും 1/4 കിലോ ചേനയും ഒരുപോലെ ഈക്വൽ അളവിൽ എടുത്തിരിക്കുകയാണ്. അതിലൂടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും ഒരേ അളവ്, എല്ലാം ഒരേപോലെ ഏകദേശം നീളത്തിലൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിക്കുക. കടുക് പൊട്ടിച്ച ശേഷം ഈ അരിഞ്ഞു വെച്ച എല്ലാം കൂടെ ഒരുമിച്ച് ചീനിച്ചട്ടിയിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പുകല്ല്, ആവശ്യത്തിനുള്ള ഉപ്പുകല്ല് ഇടുക. ഇത്രയും ഇട്ടൊന്ന് ഇളക്കിയ ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം വേണം, കാരണം ചേനയും പയറും ഒക്കെ ഒന്ന് വെന്ത് വരണമല്ലോ. ഒരുപാട് വേണ്ട. എന്നിട്ട് അടച്ചു വയ്ക്കുക. ഒരു 5-6 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്കിനും ഒരു പകുതി വേവോളം ആകാറായിട്ടുണ്ടാവും. വെള്ളവും കുറച്ച് വറ്റിയിട്ടുണ്ടാവും. ചെറുതീയിലിട്ടാൽ മതിയേ. ഈ വെള്ളവും കൂടെ നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം. ഒന്ന് ഇളക്കി വെച്ച് നമുക്കൊന്നും കൂടെ ഒരു 5 മിനിറ്റ് മതി. അടച്ചു വയ്ക്കാം. ഞാനത് തുറന്നപ്പോഴത്തേക്കിനും കറക്റ്റ് വെള്ളം തീർന്നിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി ഒരു 5-6 മിനിറ്റ് ഒന്ന് മൊരിച്ചെടുക്കണം. എന്നിട്ട് നല്ലപോലെ മൊരിഞ്ഞെന്ന് തോന്നുമ്പം ഒരു 3 ക്രഷ്ഡ് ചില്ലിയുടെ 3 മുളകിൻ്റെ മുളകിനെ ചതച്ച് ക്രഷ്ഡ് ആക്കിയിട്ട് അതിട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ കറിവേപ്പില കുറച്ച് എണ്ണയിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതാ ഉള്ളൂ. അതുകൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഇളക്കി ഉപ്പൊക്കെ നോക്കുക. നല്ല ടേസ്റ്റുള്ള മെഴുക്കുവരട്ടിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.